അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇത് നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ രായമാണിക്ക് എൻ്റെ തലയിൽ കയറി പോയി. ആ രായമാണിക്കം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. വന്നപ്പോഴത്തേക്ക് ഇരുട്ടുന്ന പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മങ്ങത്തില്ല, കണ്ണ് ചിമ്മത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിമ്മിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരെല്ലാം പറഞ്ഞു, ഓഹ് ചെറുക്കം അടിച്ച് കിണ്ടിയായിട്ട് ലെവലില്ലാതെ പോകണം, അതാണ് അവൻ ഇങ്ങനെ മന്ദാരത്തിലാണ് പോകണമെന്ന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അരുൺ ജെ, എനിക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാളാണ് അരുൺ ബ്രോ. അരുൺ ബ്രോ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ഏറി കയറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ കല്യാണമാണ്. അപ്പോൾ പുള്ളി പെണ്ണ് കാണാൻ പോയിക്കുന്ന ആ ഒരു വീഡിയോ മുതൽ അപ്ലോഡ് ചെയ്തത് മുതൽ തൊട്ടിങ്ങോട്ടുള്ള ഓരോ വീഡിയോസിനകത്തും കുറേ നെഗ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പുള്ളിക്ക് വരുന്നുണ്ടായിരുന്നു. ഈ തീപ്പട്ടി കൊണ്ട് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്ന് പാളിപ്പോയൊരു സംഭവമാണ്. മറ്റൊന്നല്ല, നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് പബ്ലിക്കാക്കി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊരു സംഭവമാണ്. അതിനകത്ത് ചെറുതായിട്ട് പുള്ളിയുടെ വായിൽ നിന്ന് വന്നൊരു നാക്ക് പിഴവ് സംഭവിച്ചതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങനെ ഏറിപ്പോനക്കൊണ്ട് കാരണമായിട്ടുള്ളത്. ഫസ്റ്റ് ആ ഒരു പെണ്ണ് കാണാൻ പോകുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് പുള്ളി ഒരു ഇച്ചിരി ഫണ്ണി വേയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുറേ സിനിമ കട്ട്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ ഒരു സെൽഫ് ട്രോൾ എന്ന നിലയിൽ പുള്ളി ചെയ്തേക്കുന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് അതിനകത്തൊരു കൂട്ടുകാരന്മാരെ വെച്ചിട്ട് സ്ക്രിപ്റ്റഡ് പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് അത് കൂട്ടുകാരന്മാർ ആ ഒരു വൈബിൽ പുള്ളി ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് കുറേ ആൾക്കാർ എൻജോയ് ചെയ്തു, എന്നാൽ കുറേ ആൾക്കാർ എൻജോയ് ചെയ്തിട്ടില്ല. പുള്ളി ഭയങ്കര ഓവറാണ്, ഇത് എന്ത് ഇറിറ്റേറ്റിംഗ് ആണ്, ആ ഒരു രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിനകത്ത് ആ ഒരു പെൺകുട്ടി ആ ലേഡിയുടെ ആണെങ്കിൽ ഫേസ് ബ്ലർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തതിൻ്റെ പേരിലും കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഇതും അടുത്തൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ്, ഇനി ഫേസ് റിവീൽ എന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിലും ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ആ കമന്റ് ബോക്സിൽ പുള്ളി തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ് റിവീൽ ആക്കാൻ ആ പെൺകുട്ടിക്ക് ഒരു ചെറിയ ഭയമുണ്ട്. കംഫർട്ട് സോണിൽ അല്ലാത്തത് കൊണ്ട് ഒരു കൺസെപ്റ്റ് മാനിച്ച് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ആൾക്ക് കുറച്ച് സമയം വേണം, അത്രേ എന്നോട് പറഞ്ഞുള്ളൂ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് തീക്കൊള്ളി കൊണ്ട് തലചുരുക എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. കാര്യം ഇത് ഓരോ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഒരു ടിപ്പിക്കൽ മല്ലു കല്യാണം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ ഒരു വീഡിയോ നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ് ആണ് എങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് കൂടെ ഇതിനകത്ത് കൂടെ കിട്ടും എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ചില സാധനങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടുണ്ടായിരുന്നു. അതാണ് പുള്ളിയുടെ രണ്ടാമതിട്ട് ആ ഒരു വീഡിയോക്കകത്ത് സംഭവിച്ചു പോയത്. കാര്യം പുള്ളി ആ ഒരു വെഡ്ഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയത്ത് പുള്ളിക്കൊരു നാക്കുപിഴവ് സംഭവിച്ചു പോയി. അത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരിങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കുണ്ടായത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ മുക്കാച്ചെമ്പ് ബിരിയാണി കഴിച്ചതും പിന്നെ ഈ കല്യാണം ഈ കച്ചവടം ഉറപ്പിച്ചെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞേക്കുന്ന ഈ ഒരു സംഭവമാണ് കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ പുള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്തസ്സില്ലാത്ത സംസാരം, അനിയത്തിയുടെ കല്യാണവും ഇതുപോലെ കച്ചവടമാക്കുമോ, നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതായിരുന്നു, ആസ്വദിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ ആകെ മാറിയതുപോലെ, മിക്കവാറും ഈ സംസാരത്തിൽ നീക്ക് പോക്ക് വരും. അതായത് കല്യാണത്തിന് എന്തെങ്കിലും പറ്റും എന്നുള്ള രീതിയിലാണ് കമന്റ് വന്നിരിക്കുന്നത്. മാന്യമായി സംസാരിക്കൂ, ബന്ധുവീട്ടുകാരെ കുറിച്ച് അവർ വന്ന് കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി പറയുന്നതോടെ കേൾക്കാം. പെണ്ണിൻ്റെ ഫേസ് റിവീൽ ചെയ്തു. അപ്പോൾ ഫേസ് റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്ന് നീക്കുപോക്കൊന്നും ഒരു കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് വരാത്തത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെണ്ണിന് സോഷ്യൽ മീഡിയ കമൻസിനോടൊക്കെ ഭയങ്കര ഭയമുള്ളതാണ്. കാര്യം എന്തായിരിക്കും ഇവർ ആൾക്കാർ എന്താണ് പറയാൻ പോകുന്നത്, അയ്യോ അങ്ങനെ ഭയങ്കര ടെൻഷനും ഓവർ തിങ്കിങ്ങും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഗാന്ധിയെ കൊന്നാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന കമൻറ്റ് ബോക്സ് ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചിലർ നല്ലത് പറയും, ചിലത് മോശം പറയും, വാട്ടെവർ അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ സംഭവം റിവീൽ ചെയ്തത്. അപ്പോൾ കുറേ പേര് നല്ലത് പറഞ്ഞു, കുറേ പേര് മോശം പറഞ്ഞു. അതിലൊരു കമൻറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീടൊക്കെ വെച്ച് പണമൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണക്കാരിയെ തപ്പിപ്പിടിച്ച് പോയി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നതൊരു സംഭവം ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. ആക്ച്വലി നിങ്ങളടുത്ത് പറയാത്ത അല്ലെങ്കിൽ അറിയാത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് കണ്ടാണ് ആ വീട് അവരുടെ വീടിൻ്റെ പാല് കാഴ്ച കഴിഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് വരെ അവരൊരു വാടക വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പണക്കാരിയാണ് അല്ലെങ്കിൽ അതൊരു അംബാനി കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ രണ്ടുപേരെയും ഒരു കോമൺ ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന പറയുന്നത് വീട് തന്നെയായിരുന്നു. രണ്ടുപേർക്കും വീടില്ലായിരുന്നു. അപ്പോൾ കുറേ കാലം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തൊരു വീട് വെച്ച് അതിൻ്റെയൊക്കെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഥ മുഴുവൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാം. എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നതാണെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളത്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഒരാളെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്തെടുത്തത്. ഓക്കെ, ദെൻ അതെല്ലാം പോട്ടെ.
ഇങ്ങനെ ആൾക്കാർ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കരുതെന്ന് പുള്ളിയോട് പറഞ്ഞേക്കുന്ന സംഭവം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാന്ന് പറയുന്നൊരു സംഭവം. കാര്യം നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പല ആളുകളും എടുത്തു വെക്കാറുണ്ട്. ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നതാണെങ്കിലും ഈ പറയുന്ന മാരേജിന് പ്രപ്പോസ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒക്കെ ചില ആളുകൾ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും വീണ്ടും അതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമ്മൾ പബ്ലിക്കായിട്ട് ഇടുമ്പോഴത്തേക്കിന് പിന്നീട് ഇവിടെയാണ് പറഞ്ഞത് ആ ഒരു പ്രശ്നം വരുന്നത്. ഒരു തേർഡ് പേഴ്സൺ കൂടി അത് കാണുകയാണ്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ആ സംഭവങ്ങൾ പറയുക. അങ്ങനെ ആൾക്കാർ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു ജേണി ഒരു വ്യൂവർ നല്ല നിലയിൽ കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പുള്ളിയുടെ മുൻകാലത്തെ പുള്ളിയുടെ ജീവിതവും അല്ലെങ്കിൽ ആ ഒരു വീട് പിന്നീട് ഇപ്പോൾ വീടൊക്കെ വെച്ച് ഇത് സെറ്റായതിൻ്റെ കാര്യം വെച്ചുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. പുള്ളിയുടെ പണ്ടത്തെ ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പൈസ ഫെയിം ഒക്കെ വന്നപ്പോഴത്തേക്കിന് ആൾക്ക് ഒത്തിരി മൊത്തത്തിൽ മാറിപ്പോയി, അഹങ്കാരിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ പറയാനുള്ള ഒരു റീസണെ പറ്റിയിട്ട് പുള്ളി രണ്ടാമത് അടുത്തൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കാണാം. ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമാണിക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. അതെപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. സകല മലയാളിമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട് പറയും. അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് മുക്കാച്ചമ്പാണോ അരച്ചമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയില്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിരുന്ന് ആലോചിക്കണം, ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഒരു സന്തോഷത്തിൽ കല്യാണമല്ലേ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല, ഇത് നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ രായമാണിക്കം എൻ്റെ തലയിൽ കയറി പോയി, ആ രായമാണിക്കം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇവിടെ അതുപോലെ പുള്ളി അത് തമാശ രീതിയിൽ പറഞ്ഞേക്കുന്ന സംഭവമാണ്. പിന്നെ എല്ലാ ആൾക്കാർക്കും എല്ലാ തമാശയും തമാശയായിട്ട് എടുക്കണം എന്നുള്ളത് വരില്ല. ആ പുള്ളിക്കാരിയുടെ ഫാമിലിക്കാണെങ്കിൽ അത് തമാശ രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരൊക്കെ ആ ഒരു ക്ലോസ് സർക്കിളിൽ അങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും പുറമേ നിന്ന് കാണുന്ന ഒരാൾ അങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംഭവം വരില്ല. അതാണ് ഈ കമന്റ് ബോക്സിൽ ആ ഒരു കുറേ നെഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളി ഈ ഒരു സംഭവം പറയുമ്പോഴത്തേക്കിന്, അതായത് രാജമാണിക്യം പറയുമ്പോൾ അപ്പോഴും ഇതിൻ്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു സിനിമയല്ല ജീവിതം എന്നുള്ള ഡിഫറൻസ് ചെയ്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. പിന്നെ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എപ്പോഴും ആ ഒരു സിനിമ മോഹി ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും പുള്ളിയുടെ പണ്ട് മുതലുള്ള വീഡിയോസ് കാണുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളി പലപ്പോഴും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സ്പൂഫ് വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിൽ ആ ഒരു സിനിമയിലെ കുറേ സംഭവങ്ങളൊക്കെ പുള്ളി വീഡിയോക്കകത്ത് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം പുള്ളിയുടെ വ്ലോഗിനകത്താണെങ്കിൽ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അത് റിയൽ ലൈഫിൽ അത്രയും വലിയൊരു സിനിമ മോഹി ആയതുകൊണ്ടായിരിക്കാം പുള്ളിയുടെ പല വീഡിയോസിനകത്തും അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു തമാശ പറയാൻ ശ്രമിച്ചു, പക്ഷേ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ ഒരു പെണ്ണ് കാണാൻ പോകുന്ന വീഡിയോക്കകത്താണെങ്കിലും പുള്ളി ആ ഒരു ഷാറുഖ് ഖാൻ വൈബിലുള്ള ആ ഒരു സിനിമാറ്റിക് ആ ഒരു സംഭവം ഉണ്ടല്ലോ, പുള്ളി അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ആണ് ഇതുപോലുള്ള ഒരു ഫണ്ണ് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു മൈൻഡിൽ പുള്ളി പറഞ്ഞു പോയതായിരിക്കും. അങ്ങനെ ഒരു തമാശ പുള്ളി പറഞ്ഞതാണ്. പക്ഷേ സംഭവം നൈസായിട്ട് പാളിപ്പോയി. എല്ലാ ആൾക്കാർക്കും എല്ലാ തമാശ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളത് വരത്തില്ല. അത് തന്നെയാണ് പുള്ളി അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. ഓഡിയൻസ് നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം എന്നല്ല പറഞ്ഞാൽ പുള്ളി ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഓഡിയൻസിൻ്റെ അടുത്ത് ആ ഒരു റെസ്പെക്റ്റ് കാണിച്ചിട്ടുണ്ട്, നല്ലൊരു ഇത് കാണിച്ചിട്ടുണ്ട്.
പിന്നെ അവരുടെ ആ ഒരു ഫാമിലിയുടെ അടുത്തും അതേ രീതിയിൽ തന്നെ ഇപ്പം അവരുടെ ആ ഒരു സൈഡിൽ അവരാണെങ്കിൽ തമാശ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ കേൾക്കാം. ഈ പറയുന്ന നിങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞു ബന്ധുക്കൾ ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ഇട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എച്ച് കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത്. അത് മാത്രമല്ല ഇപ്പം അഥവാ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നെഗ് അവരെ അപമാനിക്കുക, അങ്ങനെ ഒരു നെഗ് ഈ പുള്ളിയുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വീഡിയോക്കകത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അത് എന്താണെങ്കിലും പുള്ളിനെ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം പുള്ളി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസ് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്കിത് മനസ്സിലായി, എൻ്റെ ഭാഗത്ത് പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ള നിലയിൽ പുള്ളി ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഓഡിയൻസിന് ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതോ പുള്ളിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ആണെങ്കിൽ ആൾക്കാർ അങ്ങനെ ഒന്ന് പറയാൻ നിൽക്കില്ലല്ലോ. കാര്യം അത് വീഡിയോക്കകത്ത് മാക്സിമം ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ. പുള്ളി കുറച്ച് ഇന്നസെൻ്റ് ആയതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ അങ്ങ് പറഞ്ഞു പോയത്. അപ്പം ഇനിയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഇങ്ങനത്തെ പാളിച്ചകൾ വരാതെ നോക്കും എന്നുള്ളത് പുള്ളി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ എന്ന് പറയുന്നത് എല്ലാവരും അത് തമാശയായിട്ട് എടുക്കണമെന്നില്ല. അത് ശരിയാണ്, ഞാൻ യോജിക്കുന്നു. തമാശ എന്ന് പറയുന്നത് പറയുന്ന ആൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒന്നല്ല, കേൾക്കുന്നവനും എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ബന്ധങ്ങൾക്കിടയിൽ അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ തമാശകൾക്ക് സ്ഥാനവും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പല രീതിയിൽ അവനെ പല രീതിയിൽ കളിയാക്കും, അവൻ ചിലപ്പോൾ എന്നെയും കളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ അമ്മ പ്രയ എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോഴത്തേക്ക് അവനത് കണക്റ്റ് ആവും, അവൻ്റെ അടുത്ത് ആ രീതിക്ക് നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അകലെയുള്ള ഒരു ഹായ് ബൈ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ മൈത്രയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അടിച്ച് കവാലം റൊട്ടിയാക്കി ഇട്ടിട്ട് പോകും. കാരണം അവിടെ അത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൗഹൃദമാണ്, ഇവിടെ നല്ല രീതിക്ക് പോകുന്ന ബന്ധമാണ്, അവിടെ ഒരു ബഹുമാനം റെസ്പെക്റ്റും എല്ലാം ഉണ്ട് താനും. എന്നാൽ ഈ പറഞ്ഞ ഈ തമാശയ്ക്കും ഇവിടെ വാല്യൂ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നല്ല ബന്ധങ്ങൾക്കിടയിൽ നല്ല ബഹുമാനം ഉണ്ടാവും, നല്ല തമാശകൾക്ക് സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഫ്രണ്ട്സ് പോലെ എല്ലാ ഫാമിലിയെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞാണ് കേട്ടോ. പക്ഷേ ഇവിടെ ബ്രോ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അത് ഇതൊക്കെ നമ്മൾ പറയും. ഇപ്പം അതല്ല ഫാമിലിയിൽ പുള്ളിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ സർക്കിളിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കംഫർട്ട് സർക്കിൾ ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് എന്തും പറയാനുള്ള ഇതുണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ പബ്ലിക്ക് വന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇപ്പം നമുക്കിടയിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സംഭവം നമ്മളത് ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ കാണുന്ന ആൾക്കാർ അതേ സെൻസിൽ എടുത്തു എന്നുള്ളത് വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മൾ കളിയാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം, അതെനിക്കും പ്രശ്നം ഉണ്ടാവില്ല, അവനും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇപ്പം കളിയാക്കുന്ന സംഭവം വെച്ചിട്ട് അവർ കാണുന്ന ഓഡിയൻസിന് അവർക്കത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു ട്രോമ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവർക്ക് ട്രിഗർ ആവുകയും അങ്ങനെ കുറേ സമയമുണ്ട്. അപ്പം പബ്ലിക്കിലോട്ട് എത്തുമ്പം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് നമ്മൾ ചിന്തിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പാളിച്ചകൾ വരുന്നത്. വള്ളികളെന്ന് ചെന്ന് പിടിക്കും. കാര്യം ഇതിനു മുമ്പ് ഇതുപോലത്തെ വള്ളി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലത്തെ മോശം വിമർശനങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇരുട്ടത്തോടെ ഇങ്ങനെ വരെയാണ്. അപ്പോഴത്തേക്ക് 1-2 ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇരുട്ടുന്ന പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മങ്ങത്തില്ല, കണ്ണ് ചിമ്മത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിമ്മിയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരെല്ലാം പറഞ്ഞു ചെറുക്കം അടിച്ച് കിണ്ടിയായിട്ട് ലെവലില്ലാതെ പോകണം, അതാണ് അവൻ ഇങ്ങനെ മന്ദാരത്തിലാണ് പോകുന്നത്. ശരിക്കും ഇതൊന്നും അല്ല സംഭവിച്ചത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ആയതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ വെള്ളം അടിച്ച് കിണ്ടിയായിട്ടാണ്, അതുകൊണ്ടാണ് അവൻ ജാടയിട്ട് അഹങ്കാരമായിട്ട് അവരുടെ സംസാരിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഞാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മിണ്ടായിരിക്കുകയാണ്. ഞാനിപ്പോൾ ആരെ ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും ഇല്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു, അവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. നേരിടേണ്ടി വരുന്ന അടുത്തൊരു വെല്ലുവിളിയാണ് ഓൺലൈൻ മീഡിയാസ്. അവരുടെ ക്യാപ്ഷൻസ് പിന്നീട് അവരിടുന്ന ഒരു 10-15 സെക്കൻഡുള്ള ഒരു റീലിനകത്ത് നിന്ന് കണ്ടിട്ട് ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റ്, അത് നേരിടേണ്ടി വരുന്ന അടുത്തൊരു സാധനമാണ്. ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. എന്നാലും പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഞാനൊരു കരടായിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുന്ന ഒരു മോശം ആളെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട് വന്നത്.
പിന്നെ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ലാതെയൊക്കെയാണെന്നുള്ളത്. മെച്യൂരിറ്റി ഇല്ലാതെ സംസാരിച്ചു, മെച്യൂരിറ്റി കുറച്ചുകൂടെയൊക്കെ ആവാമെന്നുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ മെച്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കുറച്ച് അളന്നും മുറിച്ചും അങ്ങനെ കൃത്യതയോടുകൂടി സംസാരിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ അപ്പോഴും വായിൽ വരുന്നത് ഞാൻ വളരെ ആ ഒരു രീതിക്ക് സംസാരിച്ച് പോകുന്ന ഒരാളാണ്. ബട്ട് ഇനി ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ വിമർശിച്ച് കമൻറ്റ് ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുകയാണ്. കാരണം എനിക്ക് നാളെ പിന്നീട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു ടങ് സ്ലിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നാക്ക് പിഴവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ തിരുത്തി തന്നതാണ്. അത് നല്ല ഉദ്ദേശത്തോട് കൂടി തന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. ഈ കുറച്ച് പുള്ളിയുടെ ഓഡിയൻസും നൈസാണ്, പുള്ളി അവരുടെ അടുത്ത് നിൽക്കുന്നതും നൈസ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ഓഡിയൻസ് കൃത്യമായിട്ട് ബ്രോ ഇത് ശരിയല്ല ഇതെന്നുള്ള രീതിയിൽ അവർ കമൻറ്റ് ബോക്സിൽ വിമർശിച്ചു. ഇങ്ങനെ ഇത്തരം പറയുന്ന തമാശകളെല്ലാം തമാശകളായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞു. അതിനെ എല്ലാ റെസ്പെക്റ്റോടുകൂടി തന്നെ പുള്ളി അതിനെ കാണുന്നു, അതിന് തിരിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. വളരെ നല്ല കാര്യം തന്നെ. ഒരു ഹെൽത്തി സർക്കിൾ പുള്ളിക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു, വളരെ നല്ലതാണ്. അതുപോലെ സ്വന്തം ലൈഫിലും അങ്ങനൊരു സംഭവം കീപ്പ് ചെയ്യുക ബ്രോ. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ പ്രൈവറ്റ് ലൈഫ് നമ്മൾ പബ്ലിക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പ്രോബ്ലമാണ്. അതിനകത്ത് ബ്രോ തന്നെ പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളത്. അത് തന്നെയാണ് വേണ്ടത്. കാര്യം നമ്മുടെ ഒരു ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ആ ഒരു പ്രൈവസി എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തിലെ ചിഞ്ചുറാണീനെ പോലെ നമ്മുടെ ലൈഫ് മാറാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ പറ്റി കഴിയുമ്പോഴാണ് അറിയാമല്ലോ, കുറേ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മുമ്പ് ബ്രോ ആണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാത്ത നിലയിലേക്ക് ആ ഒരു ഹെൽത്തി സർക്കിള് റിയൽ ലൈഫിലും റിയൽ ലൈഫിലും കൊണ്ടുപോകാനെ കൊണ്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാവുള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.